ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ ഈ കാലഘട്ടവും കഴിഞ്ഞ് ഒരു 150 വർഷങ്ങൾക്ക് ശേഷം ലോകം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ സമയത്ത് ചെറുപ്പക്കാർ ചെയ്യുന്ന ഒരു സാധാരണ കാര്യമാണ് ഡീപ്പ് സ്പേസിലേക്ക് ഒറ്റയ്ക്ക് പോവുക. അങ്ങനെ നമ്മുടെ കഥാനായകനായിട്ടുള്ള മാക്സിമസ് കാമിറസ് ഒറ്റയ്ക്ക് ഡീപ്പ് സ്പേസിലേക്ക് പോകുമ്പോൾ അവന്റെ സ്പേസ് ഷിപ്പ് തകരുകയാണ്. രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ, തൊട്ടടുത്ത് കാണുന്ന ഗ്രഹത്തിലേക്ക് ഇടിച്ചിറക്കുക. ആ ഗ്രഹത്തിന്റെ പേരാണ് സാറാക്ഷ്. ആ ഒരു ഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്കറിയില്ല ഈ യൂണിവേഴ്സിൽ വേറെയും ഗ്രഹങ്ങളുണ്ട്, അവിടെ ഭൂമി പോലെയുള്ള വേറെയും ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, അവിടെ വേറെയും മനുഷ്യരുണ്ട്. ഈ കാര്യങ്ങളൊന്നും അറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ സാറാക്ഷിലെ ജനങ്ങൾ. അതായത് നമ്മുടെ ഇപ്പത്തെ ഭൂമിയെ പോലെ. അങ്ങനെയുള്ള ഈ സാറാക്ഷിലേക്കാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാക്സിമസ് ചെന്ന് വീഴുന്നത്. എന്തായാലും അവിടെ എത്തി മുന്നോട്ടേക്കുള്ള അവന്റെ യാത്രയിൽ പലതരം രഹസ്യങ്ങൾ, ട്വിസ്റ്റുകൾ ഇതെല്ലാം അവനെ അറിയുന്നുണ്ട്. എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലർ തന്നെയാണ് ഈ മൂവി. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ വയനാട്ടിലേക്ക് വെക്കേഷൻ സമയത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ റിസോർട്ടുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിക്കുക കേട്ടോ. പലതരം കാറ്റഗറിയുള്ള റിസോർട്ടിന്റെ ലിസ്റ്റുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ബാക്കി ആര് ചെയ്യുന്നതിനെക്കാട്ടും കുറഞ്ഞ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള എല്ലാ തരം റിസോർട്ടുകളും ഉണ്ട്. സോ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. അപ്പൊ നേരെ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് പോവുകയല്ലേ. സാറാക്ഷിലേക്ക് ഒരുപാടധികം വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മുടെ ഫ്യൂച്ചർ കാലഘട്ടത്തിൽ ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 2157 മനുഷ്യകുലം അന്ന് നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. യുദ്ധങ്ങളോടുള്ള മനുഷ്യന്റെ ആത്യാർത്തി, അതുപോലെ തന്നെ മനുഷ്യരുടെ വിശപ്പ്, ടെററിസം, ഈ ക്രിമിനൽ സ്വഭാവം, ഇതിലൊക്കെ മനുഷ്യൻ വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി. ഇപ്പൊ ഭൂമിയിൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് ഏത് രീതിയിലുള്ള അസുഖത്തെയും ഇനി മനുഷ്യനെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് സ്പേസ് ട്രാവലിംഗ്. ചെറുപ്പക്കാർ, അതുപോലെ തന്നെ ചില കൂട്ടങ്ങൾ ഇവരിങ്ങനെ ആകാശത്തിലൂടെ അങ്ങനെ സഞ്ചരിക്കും. ആകാശം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കാണുന്ന മുകളിലെ ആകാശമല്ല, ഡീപ്പ് സ്പേസ്. അതിന്റെ ഉള്ളിലേക്കൊക്കെ ചെറുക്കന്മാർ ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി. അതിനുള്ള ഒരു ഫെസിലിറ്റി, ടെക്നോളജി ഇതെല്ലാം മനുഷ്യർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇവിടെയാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള മാക്സിമസ് കാമിറസിനെ കാണിക്കുന്നത്. അവൻ ഒറ്റയ്ക്ക് ഇതുപോലൊരു സ്പേസ് ഷിപ്പിൽ ആ ഡീപ്പ് സ്പേസിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മാക്സിമസിനെ അവന്റെ മുത്തശ്ശി വിളിക്കുകയാണ്. കാര്യം എന്താ വെച്ചാൽ ഇവൻ പഠിക്കൊന്നും ചെയ്യാതെ വെറുതെ ഇങ്ങനെ സ്പേസിലൂടെ നടക്കും. അപ്പൊ മുത്തശ്ശി വിളിച്ച് അവനോട് ഒരു കാര്യം പറയുന്നത്, എടാ അതൊക്കെ നിർത്തിയിട്ട് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു പാടാ, എടാ മര്യാദക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കടാ. എന്നാൽ നമ്മുടെ മാക്സിമസിനാണെങ്കിൽ ഇതിനോടൊന്നും താല്പര്യമില്ല. പെട്ടെന്നാണ് കുറെ ആസ്ട്രോയിഡ്സ് വന്നിട്ട് നമ്മുടെ മാക്സിമസിന്റെ ആ ഒരു സ്പേസ് ഷിപ്പിന് ഇടിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പിന് ഡാമേജ് ആയി. അതിന്റെ കൂടെ തന്നെ അടുത്ത് കണ്ട ഒരു ഗ്രഹത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യല്ലാതെ മറ്റൊരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ മാക്സിമസ് ആ ഗ്രഹത്തിലേക്ക് അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പിനെ ക്രാഷ് ലാൻഡ് ചെയ്യാണ്. മാത്രമല്ല അത് അവിടെ കിടന്ന് എക്സ്പ്ലോർ ആവുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് മാക്സിമസ് കിടക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അത്ഭുത ലോകത്തിന് ആദ്യമായിട്ട് അവൻ കാണുന്നത് ശരിക്കും ഭൂമിയെ പോലെ തന്നെ. ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു ഗ്രഹത്തിനെ മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്പേസ് നാടോടിയായിട്ട് നടന്ന മാക്സിമസ് അവസാനം ഇതുപോലൊരു ഗ്രഹത്തിലേക്കാണ് വന്നെത്തിയിട്ടുള്ളത്. എന്തായാലും ചുറ്റും നോക്കുന്ന സമയത്ത് പച്ചപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് ആരും അവിടെ കാണുന്നില്ല. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസുകൾ ഉപയോഗിച്ച് ഇവിടെയുള്ള ആളുകളോട് അല്ലെങ്കിൽ ജീവികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ മാക്സിമസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് യാതൊരു റെസ്പോൺസും കാണുന്നില്ല. ഇതേ സമയത്താണ് വല്ലാത്തൊരു ക്രിയേച്ചർ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതായിട്ട് മാക്സിമസ് കാണുന്നത്. അതിനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇടവഴിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ ആ ഒരു ജീവി അവിടെ നിന്ന് പാഞ്ഞു പോവാണ്. അതേ സമയത്ത് തന്നെ മാക്സിമസിന്റെ മുന്നിലേക്ക് മനുഷ്യരുടെ അതേ രൂപസാദൃശ്യമുള്ള ഒരു ജീവി വന്ന് നിൽക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അതും മനുഷ്യർ തന്നെ. അതിന്റെ പേര് സെഫ് എന്നാണ്. അപ്പൊ ഈ സെഫ് ഇങ്ങോട്ടേക്ക് വന്നിട്ട് മാക്സിമസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ ഈ ഭാഷ മനസ്സിലാവുന്നില്ല. എന്തായാലും സെഫ് ഇപ്പൊ മാക്സിമസിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരുടെ പട്ടണത്തിലേക്ക് കൊണ്ടുപോവാണ്. ആ പട്ടണത്തിലേക്ക് എത്തിയ സമയത്ത് മാക്സിമസ്, അതായത് നമ്മുടെ കഥാനായകൻ, അവിടുത്തെ ആ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ആകെ അമ്പരന്ന് പോവാണ്. കാരണം എങ്ങനെയാണോ നമ്മുടെ ഭൂമി ഇപ്പോൾ ഉള്ളത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ ഒരു ഗ്രഹത്തിൽ ഇപ്പോൾ ഉള്ളത്. അതായത് അവൻ പഠിക്കുന്ന സമയത്ത് അവന്റെ ഹിസ്റ്ററി ബുക്കിൽ ഉണ്ടായിരുന്ന അതേ കാര്യം തന്നെ. പണ്ട് എങ്ങനെയായിരുന്നു ഭൂമി, അതിന്റെ ആ ഒരു സെയിം ആയിട്ടുള്ള ഒരു രൂപം. കുറെ വെപ്പൺസ് ആയിട്ട് നടക്കുന്ന പട്ടാളക്കാര്, കുറെ അധികം ടാങ്കറുകൾ, എന്തോ ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത് പോലെ. അതുപോലെ തന്നെ ഈ ഗ്രഹത്തിന്റെ പേരാണ് മസറാക്ഷ്. എന്തായാലും മസറാക്ഷിലെ ഈ പട്ടാളക്കാര് നമ്മുടെ മാക്സിമസിനെ ഇപ്പൊ നേരെ കൊണ്ടുപോകുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഇവരുടെ ലാബിലാണ്. അവിടെ ഉണ്ടായിരുന്ന സയന്റിസ്റ്റുകൾ നമ്മുടെ മാക്സിമസ് പറയുന്ന കാര്യങ്ങളിൽ വല്ലാത്ത വൈരുദ്ധ്യം ഉണ്ടായത് കൊണ്ട് തന്നെ അവന്റെ തലച്ചോറിൽ ചില ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്. ഇവൻ ഭ്രാന്തനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവന്റെ ആ ഒരു ചിന്തകളിലൂടെ പോയ സമയത്ത് ഈ സയന്റിസ്റ്റുകൾക്കൊന്നും ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതായത് ഇവനൊരു ഏലിയനാണ്. അതായത് ആ ഗ്രഹത്തിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനായിട്ട് അങ്ങോട്ടേക്ക് പോയ മാക്സിമസ് ഒരു ഏലിയനാണ്. ആ കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. എന്തായാലും ആ ഒരു സയന്റിസ്റ്റുകൾ വിചാരിക്കുകയാണ് മാക്സിമസ് കാമിറസ് ഇവന് മുഴുത്ത ഭ്രാന്താണ്. അതുകൊണ്ട് തന്നെ ഇവനെ നേരെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഒരു ട്രക്കിലാണ് കൊണ്ടുപോകുന്നത്. ആ ട്രക്കിലെ പട്ടാളക്കാരുടെ ലീഡർ എന്ന് പറയുന്ന ആള് ഖയ എന്ന് പറഞ്ഞ ഒരാളാണ്. സോ അവൻ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവരുടെ ആ ഒരു രാജ്യത്തിന്റെ ദേശീയഗാനം പാടുന്ന സമയത്ത് ഒരു അമിതമായിട്ടുള്ള ദേശീയത ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, അതുപോലെ
അവിടെയുള്ള എല്ലാ പട്ടാളക്കാരിലും ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അത്രയും സിൻസിയറായി നിന്നുകൊണ്ട് അവരതിനെ കേട്ട് ആസ്വദിച്ച് അവരുടെ ആ ഒരു ലോയലിറ്റി, വിശ്വസ്തത, ഗവൺമെന്റിനോടുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം അത് അവർ കാണിക്കുകയാണ്. എന്തായാലും നമ്മുടെ മാക്സിമസിനെ കൊണ്ടുപോകുന്ന ഭാഗത്ത് അവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന ആളുണ്ടല്ലോ സെഫ്, ഇവന് പെട്ടെന്ന് എന്താണെന്നറിയില്ല ഒരു വിറയൽ ഇളകാണ്. പെട്ടെന്ന് തന്നെ ഒരു ടീം വന്നിട്ട് സെഫിനെ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് അതിന്റേതായ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മാക്സിനെയും കൂട്ടിക്കൊണ്ട് ഗയാൻ അവന്റെ ആ ഒരു സോൾജിയർ കൂട്ടം ഇവരെല്ലാവരും ഒരു ട്രക്കിൽ നേരെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹോസ്പിറ്റൽ. പോകുന്ന വഴിയിൽ ഒരുപാട് തകർന്നു കിടക്കുന്ന ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ ഇതിന്റെ പല ഭാഗത്തായിട്ട് വലിയ വലിയ ടവറുകൾ ഇതെല്ലാം കാണുകയാണ്. ഇതെന്താണെന്ന് മാക്സ് ചോദിച്ചപ്പോൾ പട്ടാളക്കാരുടെ ലീഡർ ഉണ്ടല്ലോ ഗയ, അവൻ പറയാണ് ഇതൊക്കെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ടവറുകളാണ്. പലതരം ഫ്രീക്കുകൾ, അതായത് ഗവൺമെന്റിനെതിരെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരിൽ നിന്നും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ വലിയ ടവറുകൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇതും പറഞ്ഞ പതിയെ മുന്നോട്ടേക്ക് പോയി അധിക നേരം കഴിഞ്ഞില്ല വലിയൊരു അറ്റാക്ക് ഇവർക്ക് നേരെ ഉണ്ടാവുകയാണ്. ഇവരുടെ ആ ഒരു ട്രക്ക് തകർന്നു പോയി. ഒരു പരിധി വരെ ആൾക്കാർ അതിൽപ്പെട്ട് മരിച്ചു പോയിട്ടുണ്ട്. എന്നാൽ മാക്സ് അതുപോലെ തന്നെ ഗയാൻ ഇവർ രണ്ടുപേരും എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ ഇവർ നോക്കുമ്പോൾ ആ ഒരു വലിയ ടവർ കാണുകയാണ്. ഇപ്പൊ ഗയാൻ പറയാണ് ഈ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ടവർ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, കാരണം അവരെ അറിയാനും അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാനും. എന്തായാലും ഇവരിപ്പോ ആക്രമിക്കപ്പെട്ടുപോയി. എന്തായാലും ഇനി കാൽനടയായിട്ട് ക്യാപിറ്റൽ സിറ്റിയിലേക്ക് പോവല്ലാതെ മറ്റൊരു വഴിയില്ല. അങ്ങനെ അവർ നേരെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇതുപോലെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഇങ്ങോട്ടേക്ക് നഗരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള കാര്യം ഈ നഗരത്തിലെ തന്നെ റിസർച്ചിന്റെ ഹെഡ് ആയിട്ടുള്ള സ്ട്രൈഡർ അറിയാണ്. ഈ സ്ട്രൈഡറിന്റെ സഹായിയായിട്ടുള്ള ഒരാളുണ്ട് ഫങ്കിനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും മാക്സിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി സ്ട്രൈഡർ പറയാണ്. എന്നാൽ മാക്സിനെ കൊണ്ടുവന്ന ആ ഒരു സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് അവന് വലിയൊരു വാട്ടർ ടാങ്കിൽ ഇട്ടുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്തോ ചില പ്രത്യേകതകൾ ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ മാക്സിന്റെ മേത്ത് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും തോന്നുമല്ലോ, കാരണം മാക്സ് ഈ ഗ്രഹത്തിലുള്ള ആളെയല്ല. എന്നാൽ ഈ ഒരു റിസർച്ച് ഉണ്ടല്ലോ ഇതിനെ തടഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഫങ്ക് എത്തുകയാണ്. അതായത് നേരത്തെ സ്ട്രൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലീഡർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇയാളുടെ സഹായമായിട്ടുള്ള ഫങ്ക്. അങ്ങനെ ഫങ്ക് ഈ സ്ട്രൈഡറുടെ ആ ഒരു ബാഡ്ജ് കാണിച്ചുകൊണ്ട് ഈ ഒരു എക്സ്പെരിമെന്റ് ഇവിടെ സ്റ്റോപ്പ് ആക്കുകയാണ്. മാത്രമല്ല ആ അധികാരത്തിന്റെ പുറത്ത് ഫങ്ക് ഇപ്പോൾ നമ്മുടെ മാക്സിമസിനെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഇവർക്ക് ഈ സയന്റിസ്റ്റുകൾക്ക് കൊടുക്കല്ലാതെ വേറൊരു രക്ഷയില്ല, കാരണം സ്ട്രൈഡർ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ്. ഈ നഗരത്തിലെ തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അമ്നിക് അദ്ദേഹത്തിന്റെ ആ ഒരു സഹായിയോടും ഇതുപോലെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ന്യൂസ് അറിഞ്ഞിട്ടുണ്ട്. സോ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ പെട്ടെന്ന് എന്നെ അറിയിക്കാൻ വേണ്ടി ഇയാൾ പറയാണ്. ഇതേ സമയം തന്നെ ഈ അമ്നിക്ക് പോയിട്ട് സമയം നോക്കുന്നുണ്ട്. ആ സമയം കണ്ട പാട് തന്നെ ഇയാൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലുകയാണ്. ബാത്റൂമിലേക്ക് എത്തിയിട്ട് വായിൽ ഒരു പലകയുടെ കഷ്ണം കടിച്ചു പിടിച്ചിട്ട് വിറക്കാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ അലറി കരയാനും തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് കൂടിയിട്ട് ഹൈവേയിലൂടെ സ്ട്രൈഡറുടെ സഹായിയായിട്ടുള്ള ഫങ്ക് നമ്മുടെ മാക്സിമസിനെയും കൂട്ടിക്കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാക്സിമസ് എന്നുള്ളത് ഷോർട്ട് ആക്കിയിട്ട് നമ്മൾ ഇനി മുതൽ മാക്സ് എന്നാട്ടോ പറയാം. അങ്ങനെ പോകുന്ന വഴിയിൽ ഈ ഫങ്ക് സമയത്തിലേക്ക് നോക്കുന്നുണ്ട്. വല്ലാത്തൊരു പേടി അവന് തോന്നുന്നുണ്ട്. പരമാവധി വേഗം ഓടിച്ചു പോകാൻ നോക്കുകയാണ്. പക്ഷേ ആ ഒരു സമയം എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോഴേക്ക് ഈ ഫങ്ക് കിടന്നിട്ട് വിറക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴും നമ്മൾ കാണാറുള്ളത് പോലെ തന്നെ ആ ഒരു അവസ്മാരകം പിടിച്ചതുപോലെ ബോധമില്ലാതെ. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു പ്രത്യേക ടീമുണ്ട് ഇതുപോലെ വിറയൽ ഇളകുന്ന ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനത്തെ ആ ഒരു സ്പെഷ്യൽ ടീം വന്നിട്ട് വേഗം തന്നെ ഫങ്കിന് ഇവിടുന്ന് കൊണ്ടുപോകണം. എന്നാൽ ഈ ആൾക്കാർ ഫങ്ക് കൊണ്ടുവരുന്ന മാക്സിമസിനെ ശ്രദ്ധിക്കുന്നില്ല. മാക്സിമസ് ഇപ്പോൾ ആ നഗരത്തിലെ പ്രധാനമായിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല ഈ ജനങ്ങൾ മുഴുവൻ പബ്ലിക്കായിട്ട് ഇരുന്നുകൊണ്ട് അവിടുത്തെ ഗവൺമെന്റ് ഉണ്ടല്ലോ ആ ഗവൺമെന്റിനെ വല്ലാതെ ഈ ജനങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത എന്തോ ഒരു ദേശീയത പോലെയാണ്. ദേശീയത, രാജ്യസ്നേഹം കേട്ടോ. അതുപോലെ ഇങ്ങനെ ഈ നാടുണ്ടെങ്കിൽ ഇതിനൊരു ഭരണ സംവിധാനം ഉണ്ടാവുമല്ലോ. ഇവര് മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ഒരു അൺനോൺ ഫാദർ, അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പാണ്. നഗരത്തിലെ തന്നെ വലിയ അധികാരത്തിലിരിക്കുന്ന പ്രധാനമായിട്ടുള്ള ആൾക്കാരാണ് ഈ അൺനോൺ ഫാദേഴ്സ് എന്ന് പറയുന്നത്. ആ കൂട്ടത്തില് നമ്മൾ നേരത്തെ കണ്ട സ്ട്രൈഡർ ഉണ്ട്, അതുപോലെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അമ്നിക്ക് ഉണ്ട്, വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇനിയിപ്പോ ഈ അൺനോൺ ഫാദേഴ്സ് ഉണ്ടല്ലോ ഇവർക്കിടയിൽ ആരെങ്കിലും ഒരാൾ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ഫാദറിനെ കൊന്നുകളയും. കാരണം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റൂത്ത്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അതായത് ദയയില്ലാത്ത ആൾക്കാരാണ്. ഇതേ നേരം തന്നെ ഈ നഗരത്തിന്റെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ മാക്സിമസ് അങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ ഒരു ബാറ് കാണുന്നുണ്ട്, നേരെ അതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, റോഡ എന്നാണ് അവളുടെ പേര്. അതിന്റെ ഒരു അക്ഷരം മാറ്റിയാൽ ആ പേര് രാധ എന്നാകും. അതുകൊണ്ട് തന്നെ നമുക്ക് റോഡയെ രാധ എന്ന് വിളിക്കാം. കണ്ട പാട് തന്നെ നമ്മുടെ മാക്സിമസിന് അവളോട് ക്രഷ് അടിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര ഒരു മോശം വ്യക്തിയാണ്. അയാളുടെ ആ ഒരു പ്രവൃത്തിയിലൂടെയാണ് കേട്ടോ, ആ ലുക്കിലൂടെയല്ല. അപ്പൊ നമ്മൾ ഈ രാധയോട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ മാക്സിമസ് ചെറുതായിട്ടൊന്ന് ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൾ തല്ലാൻ നോക്കിയ സമയത്ത് മാക്സ് നല്ല രീതിയിൽ തന്നെ അതിനെ പ്രിവെന്റ് ചെയ്യാണ്. ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം വരെ തട്ടി തെറിപ്പിച്ച് കളയുന്നുണ്ട്. പിന്നീട് തോറ്റുപോയ ഈ മനുഷ്യൻ വല്ലാത്തൊരു പകയോടുകൂടി ഇവിടുന്ന് ഇറങ്ങി പോവാണ്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാക്സും അതുപോലെ തന്നെ രാധയും കുറച്ചും കൂടെ കൂടുതൽ സംസാരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇവർ റൊമാൻറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ രാധ അവളുടെ വീട്ടിലേക്ക് നമ്മുടെ മാക്സിമസിനെ ക്ഷണിക്കുന്നുണ്ട്. മാത്രമല്ല അവൾക്കൊരു ബ്രദർ ഉണ്ട്, ബ്രദറിന്റെ പേര് ഗയ എന്ന് പറയാണ്. അതുപോലെ തന്നെ മാക്സ് വരച്ച് കാണിച്ചു കൊടുക്കാണ് അവൻ എവിടുന്നാ വന്നത്, അവന്റെ ആ ഒരു പ്രപഞ്ചം എങ്ങനെയാണ്, നമ്മുടെ സൗരയൂഥത്തിന്റെ ഓരോ കാര്യങ്ങളൊക്കെ. രാധയ്ക്ക് പൂർണ്ണമായിട്ടൊന്നും മനസ്സിലായില്ലെങ്കിലും അവന്റെ കൂടെ അങ്ങനെ പോവാണ്.
പെട്ടെന്ന് അർദ്ധരാത്രിയാണ്. ഈ സമയത്ത് ഇവരുടെ മുന്നിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ വരുന്നുണ്ട്. കണ്ടപ്പോൾ തന്നെ മാക്സിന് മനസ്സിലായി ഇവർ അറ്റാക്ക് ചെയ്യാൻ വന്ന ടീമാണെന്ന്. മറ്റാരുമല്ല ഇവരിങ്ങോട്ടേക്ക് പറഞ്ഞു വെച്ചത് ഇന്ന് പകൽ സമയത്ത് കണ്ട ആ ആളുണ്ടല്ലോ ബാഡ് കസ്റ്റമർ, ഇയാളുടെ ആളുകൾ തന്നെ. എന്നാൽ ആ വെപ്പൺസ് അവർ ഉപയോഗിക്കുമ്പോൾ അതിനേക്കാൾ വേഗത്തിൽ അവരോട് പോരാടാൻ വേണ്ടി നമ്മുടെ മാക്സിന് കഴിയുന്നുണ്ട്. നന്നായിട്ട് തന്നെ യവന്മാർക്കിട്ട് നല്ല കൊടയിൽ കൊടുക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ യവന്മാരെല്ലാവരും കൂടിയിട്ട് ഒരു വലിയ കയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മാക്സിമസിന്റെ കൈയും കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ നോക്കുന്നുണ്ട്. മാക്സിമസിന്റെ ആ ഒരു ബലത്തിന്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനെയും അടിച്ചു ഓടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവസാനം ബാക്കി വന്ന ആ ഒരു ബാഡ് കസ്റ്റമർ ഇയാൾ കയ്യിലുണ്ടായിരുന്ന എന്തോ ഒരു വെപ്പൺ വെച്ച് നമ്മുടെ മാക്സിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും അതും വളരെ നിസാരമായിട്ട് തന്നെ മാക്സ് തട്ടി തെറിപ്പിച്ച് കളയാണ്. എന്തായാലും ഈ ആളൊരു വീരനാണെന്ന് നമ്മുടെ രാധയ്ക്ക് മനസ്സിലായി. എന്തായാലും രാധ ഇപ്പോൾ മാക്സിനെയും കൂട്ടി നേരെ അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അധികം വൈകിയില്ല. രാധയുടെ ബ്രദർ ആയിട്ടുള്ള ഗയാനും അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ ഗയാനും നമ്മുടെ മാക്സും തമ്മിൽ നേരത്തെ പരിചയമുണ്ട്. എവിടുന്നാണ്? ഗയാനെ ആ ഒരു പട്ടാള ക്യാമ്പിൽ നിന്നും നേരെ ക്യാപിറ്റൽ സിറ്റിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പട്ടാളക്കാരുടെ തലവനുണ്ടല്ലോ, അവരൊറ്റയ്ക്കാണ് ഒരു ഘട്ടത്തിൽ അപകടം ഉണ്ടായപ്പോൾ നടന്നു വന്നത്. ആ പട്ടാളക്കാരൻ തന്നെയാണ് ഈ ഗയാൻ. സോ നേരത്തെ അങ്ങനെ പരിചയമുള്ളത് കൊണ്ട് അന്ന് ആ അപകടത്തിൽ വെച്ച് മാക്സ് ആയിരുന്നു ഗയാനെ രക്ഷപ്പെടുത്തിയത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഗയാൻ അവനെ ഇവിടെ നിൽക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കുകയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടിവിയിലൂടെ ഈ ഒരു ഗ്രഹം ഉണ്ടല്ലോ, അതായത് സറാക്ഷ്, ഇതിന്റെ ആ ഒരു കൾച്ചറിനെ കുറിച്ച് ടിവിയിലൂടെ ഓരോന്ന് കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ എന്താണെന്ന് ഗയാനും അതുപോലെ തന്നെ രാധയും കൂടെ മാക്സിന് പറഞ്ഞു കൊടുക്കുകയാണ്. പട്ടാളക്കാർക്കെതിരെ ഗവൺമെന്റിനെതിരെയായിട്ട് ഒരുപാടധികം റിബൽസ് പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ ലക്ഷ്യം ഗവൺമെന്റിനെ വീഴ്ത്തുക. സോ ഇങ്ങനെയുള്ള ഈ റിബൽസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്സ്. ഒരു വല്ലാത്തതരം നികൃഷ്ടമായ ജീവികളാണ് അവര് താമസിക്കുന്നത് തന്നെ അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് ഭൂമിയുടെ പാതാള ലോകങ്ങളിൽ. ചില ആളുകളൊക്കെ പുറത്തും ജീവിക്കാറുണ്ട്. ഒരു ദയോ കരുണയോ മനുഷ്യരോട് കാണിക്കാത്ത ഒരു വല്ലാത്ത തരം ജീവവർഗ്ഗമാണ് അവരൊക്കെ. അവരെ കുറിച്ചുള്ള പല കാര്യങ്ങളും ഫാദേഴ്സ് തന്നെ ഇവിടെയുള്ള ഈ പട്ടാളക്കാരോട് സാധാരണ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവരിൽ നിന്നും ഇവരെല്ലാം പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നഗരത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാടധികം ടവറുകൾ ഈ ഒരു ഫാദേഴ്സ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ അൺനോൺ ഫാദേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തിന്റെ അധികാര കേന്ദ്രമാണ്. ആ അധികാര കേന്ദ്രത്തോട് ഇവിടെയുള്ള പട്ടാളക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് വല്ലാത്തൊരു ബഹുമാനമാണ്. അവർക്കെതിരെയായിട്ട് ഒരു അക്ഷരം പോലും ഈ ജനങ്ങളും പട്ടാളക്കാരും സംസാരിക്കില്ല. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഗയാൻ ഉണ്ടല്ലോ, അതായത് രാധയുടെ ബ്രദർ നമ്മുടെ മാക്സിനെ കുറിച്ച് കേട്ട സമയത്ത് അവന്റെ ആ ഒരു പോരാട്ടങ്ങൾ, അവന്റെ ആ ഒരു സ്കിൽ ഇതെല്ലാം അറിഞ്ഞപ്പോൾ ഇവനെയും അവരുടെ ആ ഒരു ടീമിലേക്ക് എടുക്കണമെന്ന് വല്ലാത്തൊരു ആഗ്രഹം തോന്നുകയാണ്. നമ്മുടെ മാക്സിനോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട്. മാക്സും ഓക്കെയാണ്. അങ്ങനെ മാക്സിനെ കൂട്ടി ഗയാൻ അവന്റെ ചീഫിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്, ചുൻച. അപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഈ മാക്സ് എവിടുന്ന് വന്നെയാണ്, അവന്റെ ആ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഒറ്റയടിക്ക് ടീമിലേക്ക് എടുക്കാൻ പറ്റില്ല. അതിന് പകരമായിട്ട് നല്ല ഹാർഡായിട്ടുള്ള ഒരു ട്രെയിനിങ് ഉണ്ട്, അത് പാസ് ആവുകയാണെങ്കിൽ എടുക്കാന്ന് പറയാണ്. അങ്ങനെ വളരെയധികം കഠിനമായിട്ടുള്ള ആ ഒരു ട്രെയിനിങ് അവിടെ നടക്കുകയാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടായാലും ശരി മാക്സ് ആ ഒരു ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വളരെ ഹാർഡായിട്ട് തന്നെ മാക്സ് ട്രെയിനിങ് അല്ലെങ്കിൽ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ അവൻ എടുക്കാറുണ്ട്. അതേ സമയത്ത് തന്നെ സറാക്ഷ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രഹത്തിലെ കുറെ നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളെ കുറിച്ച് അവനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം അവൻ കാണാണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ ഉത്തരങ്ങൾ നമ്മുടെ മാക്സ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഈ ഒരു ഹാർഡ് വർക്കും കാര്യങ്ങളും പഠിത്തതെല്ലാം കഴിഞ്ഞ സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാക്സും രാധയും ഒറ്റയ്ക്ക് പോയിരിക്കും. അവർക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ വല്ലാത്തൊരു പ്രണയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും ഇവർ രണ്ടുപേരും അടുക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ട്രെയിനിങ്ങിന്റെ ഒടുവിലായിട്ട് ആ ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം മാക്സിന് ആ ഒരു മിലിറ്ററിയിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ്. മാക്സിന് ഒരുപാട് സന്തോഷമായി. മാത്രമല്ല ഈ രാജ്യത്തെ ദ്രോഹിക്കുന്ന ആ ഒരു റിബൽസിനെതിരെ ഇനി പോരാടാലോ, ആ ഒരു വൃത്തികെട്ട ജന്തുക്കൾക്കെതിരെയായിട്ട്. അങ്ങനെ ഫസ്റ്റ് മിഷന് നമ്മുടെ ഗയാന്റെ കൂടെ മാക്സ് പോവുകയാണ്. റിബൽസ്, മനുഷ്യരെ ദ്രോഹിക്കുന്ന ആ ഒരു വൃത്തികെട്ട വിഭാഗങ്ങൾ, അവർ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ ആക്രമണം നടത്താൻ സാധ്യതയുള്ള ആ ഒരു ഏരിയയിലേക്ക്. അങ്ങനെ അങ്ങോട്ടേക്ക് ഈ പട്ടാളക്കാർ നുഴഞ്ഞു കയറുകയാണ്. അങ്ങനെ അവസാനം റിബൽസിനെ കാണുകയാണ്. ഇവർക്ക് നേരെ എല്ലാ പട്ടാളക്കാരും ഫയർ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് മാക്സ് ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. അവൻ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഫ്രീക്സുകൾ എന്ന് പറയുന്ന ഈ ഒരു കൂട്ടം വിഭാഗം ഉണ്ടല്ലോ, അതായത് റിബൽസ്, ഇതെന്തോ തരം ഭീകര ജീവികളാണെന്നാണ്. എന്നാൽ അവരൊരു സാധാരണ മനുഷ്യരായിരുന്നു, സാധാരണ സാധുക്കളായിട്ടുള്ള മനുഷ്യര്. ഇവരെയാണ് ഈ പട്ടാളക്കാർ വന്ന് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമ്മുടെ മാക്സിന് കഴിഞ്ഞില്ല. കാരണം ഭൂമിയിൽ എന്ത് കാര്യങ്ങളാണ് അവൻ പഠിച്ചത്? യുദ്ധം ചെയ്യാൻ പാടില്ല, അങ്ങനെയുള്ള അവന്റെ ആ ഒരു മാനവിക ബോധം ഇവിടെ വെച്ച് ഉണരുകയാണ്. കാരണം സാധാരണ മനുഷ്യരൊന്നും അങ്ങനെ കൊല്ലാൻ പാടില്ല. എന്തായാലും മാക്സ് അവന്റെ ആ ഒരു ആയുധം താഴെ ഇടുന്നുണ്ട്. ഇതേ സമയത്തിന് ബാക്കിയുള്ള പട്ടാളക്കാർ ഒരുപാട് ഫ്രീക്കുകളെ വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ ഒരു റിബൽ എങ്ങനെയൊക്കെയോ ഇവരുടെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. ഇപ്പോൾ ഇവരുടെ ടീം ലീഡർ ആയിട്ടുള്ള ചുൻചു ഉണ്ടല്ലോ, ഇയാളെ കൈകൊണ്ട് പിടിച്ച് കൈകൊണ്ട് തന്നെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ്. പിന്നീട് എല്ലാത്തിനെയും പിടിച്ച് അറസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ചുൻചു വന്നിട്ട് മാക്സിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നീ നിന്റെ വെപ്പൺസിനെ താഴെ ഇട്ടു? ഇതേ സമയത്ത് മാക്സ് ഒരു കാര്യം പറയാണ്, അല്ല ഇവരൊന്നും ഭീകരജന്തുക്കളല്ലല്ലോ, സാധാരണ മനുഷ്യരല്ലേ. പെട്ടെന്ന് ഈ ചുൻചുവിന് ദേഷ്യം വരികയാണ്. സാധാരണ മനുഷ്യനോ? നികൃഷ്ട ജീവികളാണ് വിറ്റകള്. നിയമത്തെ അനുസരിക്കാത്ത, ഫാദേഴ്സിന്റെ റൂൾസ് ഫോളോ ചെയ്യാത്ത ഈ നികൃഷ്ട ജീവികള് ഭീകരജന്തുക്കൾ തന്നെയാണ്. എല്ലാത്തിനെയും ഞാൻ നശിപ്പിച്ചു കളയും. ഇതേ സമയത്തിന് മാക്സ് പറയാണ്, അല്ല ഇതൊക്കെ സാധാരണ ഇന്നസെന്റ് ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള മനുഷ്യരല്ലേ. എന്തായാലും അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് ആദ്യ തവണ ആയതുകൊണ്ട് തന്നെ ചുൻചുൻ പുറത്തു കൊടുക്കുകയാണ്. ഓക്കെ പയ്യെ പയ്യെ എല്ലാം റെഡി ആയിക്കോളും. അങ്ങനെ മാക്സ് നോക്കുമ്പോൾ ഇപ്പൊ വന്ന ഈ പട്ടാളക്കൂട്ടുണ്ടല്ലോ, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യര്, നിസ്സഹായരാണ് ആ മനുഷ്യര്. ഇവരെല്ലാവരെയും ഈ ഒരു പട്ടാളക്കൂട്ടം ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്.
കൊണ്ടുപോവാണ്. കൊണ്ടുപോയ ആൾക്കാരെ ഈ ഫാദേഴ്സിൽ ചില ആൾക്കാർ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിമാര് ഇവരുടെ മുന്നിൽ വെച്ച് എക്സിക്യൂട്ട് ചെയ്യും. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, മറുപടി, ഇതെല്ലാം അനുസരിച്ചാണ് അവർക്കുള്ള ആ ഒരു ശിക്ഷ കൊടുക്കുക. ചിലരെയൊക്കെ വളരെ ബ്രൂട്ടലായിട്ട് ടോർച്ചർ ചെയ്ത് കൊന്നുകളയും, ചിലരെയൊക്കെ ഒറ്റയടിക്ക് കൊന്നുകളയും, ചിലരെയൊക്കെ ചെറിയ ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വല്ല ജോലിക്കും വിടും, അതായത് ജയിലിലെ തന്നെ നല്ല ജോലി. അങ്ങനെ ഈ കൂട്ടത്തിൽ ഒരാളുണ്ട്, ഒരു മെറ്റൽ ഹാൻഡ്. അയാളുടെ കൈ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് മെറ്റൽ ഹാൻഡ് എന്ന് വിളിക്കാം. ഇയാൾ ഈ ഒരു ഫാദേഴ്സ് അതുപോലെ തന്നെ ഈ ഒരു ഗവൺമെന്റ് ഇവരൊന്നും പേടിക്കാതെ ധൈര്യമായിട്ട് തന്നെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വളരെ ക്രൂരമായിട്ട് തന്നെ എന്തൊക്കെയോ കെമിക്കൽ ഇട്ടുകൊണ്ട് ഇയാളെ ടോർച്ചർ ചെയ്യാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമ്മുടെ മാക്സിമസിന് അവനിതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ഈ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വല്ലാത്ത ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് മാക്സ് അതുപോലെ തന്നെ ഗയാൻ രണ്ടുപേരും ബാറിൽ പോയിട്ട് ചെറുതായിട്ടൊന്ന് അടിക്കുന്ന സമയത്ത് മാക്സ് പറയണം ഇതൊക്കെ മോശമാണ്, ഗവൺമെന്റ് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ട. എന്നാൽ ഗയാനാണെങ്കിൽ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് പറയാണ്. കാരണം അവന്റെ ഉള്ളിലൊക്കെ അമിതമായിട്ടുള്ള ദേഷ്യത ഉണ്ട്. ഗവൺമെന്റിന് റൂൾസിനെതിരായിട്ട് ആര് പ്രവർത്തിച്ചാലും അവന് കൂട്ടുനിൽക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അവന് നല്ല ഒരു പട്ടാളക്കാരനും. ഇപ്പൊ നമ്മുടെ മാക്സ് ഈ ഗയാന്റെ കൂടെ പബ്ലിക്കലി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മുടെ മാക്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആരാണ്? ഫാദേഴ്സിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ സ്ട്രൈഡർ രഹസ്യമായിട്ട് അയാളുടെ സഹായിയായിട്ടുള്ള ഫങ്കിനോട് മാക്സിനെ കൊണ്ടുവരാൻ പറഞ്ഞില്ലേ. അങ്ങനെ കൊണ്ടുവരുന്ന വഴിക്കാണ് നമ്മുടെ മാക്സ് രക്ഷപ്പെട്ടത്. ഫങ്കിന് വിറയിൽ ഇളകിയിട്ടുണ്ടായിരുന്നു. ആ ഫങ്ക് തന്നെ അവൻ എങ്ങനെയോ തിരിച്ചെത്തിയിട്ടുണ്ട്. ആ ഫങ്ക് ഇപ്പോ മാക്സിമിസിനെ ഫോളോ ചെയ്യാണ്. അവൻ എവിടെയാണ് താമസിക്കുന്നത്, അവന്റെ ആ ഒരു ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാത്രിയായ സമയത്ത് ഗയാനെ വിളിക്കാണ്. ആര്? ഇവരുടെ ചീഫ് ഓഫീസർ ആയിട്ടുള്ള ചുൻചോ. അതുപോലെ തന്നെ മാക്സിമസിനെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെന്തിനാ വിളിപ്പിച്ചെന്ന് ചോദിച്ചപ്പോൾ മാക്സിമസ് ഇന്ന് രാവിലെ കാണിച്ച കാര്യമുണ്ടല്ലോ, അതിൽ നിന്നും അവന്റെ ആ ഒരു ലോയലിറ്റി നഷ്ടമായോ, അതായത് വിശ്വസ്തത നഷ്ടമായോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്നുകൂടെ അവനൊന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ഇടയിൽ ഈ ക്യാമ്പിൽ അവന് നിൽക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ പ്രൂവ് ചെയ്യുക, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും കൂട്ടിയിട്ട് കുറച്ച് ആൾക്കാരുമായിട്ട് നേരെ ഒരു വനത്തിലേക്ക് ചെല്ലുകയാണ്. ഇവരുടെ ആ ഒരു വാഹനത്തിന്റെ ഉള്ളിൽ 2 റിബൽസും ഉണ്ടായിരുന്നു. ഈ 2 റിബൽസിനെയും അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഈ മാക്സിനോട് ഇവരുടെ ചീഫ് ആയിട്ടുള്ള ചുൻചു പറയുന്നുണ്ട്. നമ്മുടെ മാക്സിന് ആദ്യമൊന്നും ഇത് ചെയ്യാൻ തോന്നിയില്ല കേട്ടോ. ചെയ്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല, പുറത്താക്കും, അല്ലെങ്കിൽ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ മാക്സ് പറയണ ഒരു കാര്യം ചെയ്യാം, ഇവര് മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ആരും ഇല്ലാത്ത ഭാഗത്ത് വെച്ച് ഞാൻ കൊന്നുകളയാം. അങ്ങനെ ഈ 2 റിബൽസിനെയും കാടിന്റെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് വെടിവെച്ചുണ്ടാക്കുകയാണ്. പക്ഷെ അവരെ കൊല്ലുന്നില്ല. ഇതിനുശേഷം മാക്സ് നേരെ തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ മാക്സ് കാണിച്ച ആ ഒരു കാര്യം ഉണ്ടല്ലോ, അത് ചുൻചുവിന് മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും ഈ മാക്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചുൻചുവിന്റെ പട്ടാളക്കാര് അവിടെ വെച്ച് തന്നെ മാക്സിനെ വെടിവെക്കുന്നുണ്ട്. നമ്മുടെ ഗയാനാണെങ്കിൽ അവനെ കൊല്ലരുതെന്ന് പറഞ്ഞ് അപേക്ഷിച്ചെങ്കിലും ഒരു രീതിയിലും ഇത് ചുൻചു കേൾക്കുന്നില്ല. അവനെ വെടിവെച്ച് കൊന്ന് ആ ഒരു കാട്ടിൽ ഇട്ടുകൊണ്ട് തന്നെ ഈ പട്ടാളക്കാർ കാട്ടിൽ നിന്നും തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഫാദേഴ്സിനെ കാണിക്കുകയാണ്. ഫാദേഴ്സ് ആണെങ്കിൽ റിബൽസിന്റെ ആ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ യുദ്ധം കാരണം വല്ലാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെയെങ്കിലും പൂർണ്ണമായിട്ടും ഇതിനെ തുടച്ചു മാറ്റണം. ഒരു വലിയ യുദ്ധം തന്നെ ഇവർക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ പബ്ലിക്കായിട്ടുള്ള ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യോ എന്നുള്ള ആ ഒരു പേടി ഇവർക്കുള്ളിലുണ്ട്. എന്തായാലും ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തണമെങ്കിൽ അവർക്കെതിരെയായിട്ട് വലിയ എന്തെങ്കിലും ഒരു ആരോപണം വേണ്ടേ. ഫേക്ക് ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് ഈ ഒമ്നിക്ക്, അതായത് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും മനസ്സ് ഒരു ദുഷിച്ച മനസ്സാണ് കേട്ടോ. അങ്ങനെ സമയം വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. നമ്മുടെ മാക്സിനെ ആ ഒരു ഫോറസ്റ്റിൽ വെടിവെച്ച് കൊന്നിട്ടിരിക്കല്ലേ, അവന്റെ ആ ഒരു ബോഡി ഉണ്ടല്ലോ ആ കാട്ടിലുണ്ടായിരുന്ന ചെറു റിബൽസ് വേട്ടയാടാൻ വന്നപ്പോ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ മാക്സ് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ ഇപ്പോഴും ജീവനോടുണ്ട്. അവന്റെ ശരീരത്തിലെ ഓരോ മുറിവുകളും പതിയെ പതിയെ ഉണങ്ങി തുടങ്ങുകയാണ്. ബോധം വന്ന സമയത്ത് മാക്സ് ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവൻ ഈ ഒരു ഗ്രഹത്തിൽ നിന്നല്ല, അവൻ ഭൂമിയിൽ നിന്നാണ്. ഭൂമിയിലാണെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അത് എല്ലാവരുടെയും ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞു. ആരുടെയും ശരീരത്തിൽ ഇനി മുതൽ മുറിവോ കാര്യങ്ങളൊന്നും നമ്മുടെ ഗ്രഹത്തിൽ ഉണ്ടാവില്ല, അതായത് ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇനിയിപ്പോൾ ഒരാളെ കൊല്ലണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഹെഡിലേക്ക് ഷൂട്ട് ചെയ്താൽ മാത്രമേ മരണപ്പെടുകയുള്ളൂ, അതായത് ഭൂമിയിൽ. അപ്പൊ നമ്മുടെ മാക്സ് മരണപ്പെടണമെങ്കിൽ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്താൽ മാത്രമേ അവൻ മരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ നാടില്, അതായത് സറാക്ഷ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രഹത്തിൽ ഒരുപാട് സീക്രട്ടുകൾ ഉണ്ട്. എന്നാൽ നമ്മുടെ മാക്സിന് അതൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ കാര്യങ്ങൾ എന്താണെന്ന് ഈ റിബൽസ് പറഞ്ഞു കൊടുക്കുകയാണ്. മാക്സ് ആദ്യം കരുതിയത് റിബൽസ് ഒക്കെ ഫ്രീക്കുകൾ എന്നാ പറയാ, ഇവരൊക്കെ ഭയങ്കര നികൃഷ്ടമായിട്ടുള്ള ജീവികളെന്നൊക്കെയാണ്. പക്ഷെ ഇവരുടെ കൂടെ സംസാരിച്ചപ്പോഴും കൂടുതലായിട്ട് അടുത്തപ്പോഴും ഇവർ എത്രത്തോളം പാവമായിട്ടുള്ള അനുഭവിക്കുന്ന മനുഷ്യരാണെന്ന് മാക്സിന് മനസ്സിലായി. അതായത് ഇവിടുത്തെ ആ ഒരു ഫാദേഴ്സ് എന്ന് പറഞ്ഞ അധികാരവർഗം ഉണ്ടല്ലോ, അവർക്ക് ഇവിടെയുള്ള ജനങ്ങളെ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യണം. അതിനുവേണ്ടി അവരൊരു ടെക്നോളജി കണ്ടുപിടിച്ചു. അതാണ് ഒരു പ്രത്യേകതരം വേവുകൾ, അതായത് സിഗ്നൽസ്. ഈ സിഗ്നൽസ് പതിയെ പതിയെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രഹത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാടധികം ടവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതായത് റിബൽസിനെ പിടിക്കാനോ അല്ലെങ്കിൽ അവരെ എന്താ പറയാ തടുക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല ഈ ഫാദേഴ്സ് എന്ന് പറഞ്ഞ അധികാരവർഗം ഈ ഒരു ടവർ ഉണ്ടാക്കി വെച്ചത്. അപ്പൊ ഇതിൽ നിന്നും വരുന്ന ആ ഒരു സിഗ്നൽ ആളുകളുടെ ഉള്ളിലേക്ക് പോട്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും അധികാരികൾ എന്താണോ പറയുന്നത് അതിന് കീഴ്പ്പെട്ട് നിന്നോളും. അതിപ്പോ പട്ടാളക്കാരായാലും ശരി, സാധാരണ ജനങ്ങളായാലും ശരി. എന്നാൽ ചില മനുഷ്യർക്ക് ഈ ഒരു സിഗ്നലിനെ സർവൈവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അവരൊരു രീതിയിലും ഈ ഒരു സിഗ്നൽ എഫക്ട് ചെയ്യില്ല. അങ്ങനെ സർവൈവ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ റിബൽസ് ആയിട്ടുള്ള ആൾക്കാർ. ഞങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങളും കേൾക്കേണ്ട ആവശ്യമില്ല, അവർക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞങ്ങളുടെ
അയാളുടെ മൈൻഡ് മാനിപ്പുലേറ്റഡ് അല്ല. പക്ഷെ ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം 2 നേരം എല്ലാ ടവറിൽ നിന്നും ഇതുപോലെ സിഗ്നൽസ് വരും. എന്നാൽ ആ ഒരു സമയത്ത് വല്ലാത്തൊരു വേദന ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും വിറച്ചുകൊണ്ട് താഴേക്ക് വീഴുകയും ചെയ്യും. ഇപ്പോ ആ ഒരു സിഗ്നൽ വരാനുള്ള സമയമാണ്. എല്ലാ റിബൽസും വായിൽ ഒരു പ്രത്യേകതരം മരത്തിന്റെ കഷ്ണം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. ആ ഒരു സിഗ്നൽ വരുന്ന സമയത്ത് ഇവരെല്ലാം വേദന കൊണ്ട് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ മനസ്സിലായോ? കഥയുടെ പല ഭാഗത്ത് വെച്ചും വിറയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ? അതിന്റെ കാരണം ഇതാണ്. ഇതേ സമയത്ത് തന്നെ ക്യാപിറ്റൽ സിറ്റിയിൽ കാണിക്കുകയാണ് ഈ ഫാദേഴ്സിൽ ഒരാളായിട്ടുള്ള അമ്നിക്കിനും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവുകയാണ്. അതായത് ഈ ഒരു വേവ് പുറപ്പെടുവിക്കുമ്പോൾ അവനും ആ ഒരു പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ ഫാദേഴ്സ് ആയിട്ട് അധികാരികളായിട്ട് ആ ടോപ്പിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ഈ ഒരു വേവിനെ അതിജീവിച്ച ആൾക്കാരാണ്. ഈ ഒരു വേവ് 2 നേരം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ആ ഒരു പെയിൻ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പെയിൻ അനുഭവിച്ചാലും ഇവർക്ക് ഈ ഒരു ജനങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഈ ഫാദേഴ്സ് ഒഴികെ ബാക്കി ആർക്കൊക്കെയാണോ ഇതിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള, അതായത് ഈ വേവ് എഫക്ട് ചെയ്യാത്ത അങ്ങനെയുള്ള ആൾക്കാരെ റിബൽസ് ആയിട്ട്, രാജ്യദ്രോഹികളായിട്ട് അല്ലെങ്കിൽ ഭീകര ജന്തുക്കളായിട്ട് പ്രഖ്യാപിച്ചത് ഈ ഒരു ഫാദേഴ്സ് തന്നെയാണ്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇവർക്ക് ഇവിടെ അധികാരത്തിൽ ഇരിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ സാധു മനുഷ്യര് ഇങ്ങനെ പോരാടുന്നത്. എല്ലാ രഹസ്യങ്ങളും മാക്സിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ മാക്സ് ഒരു കാര്യം പറയാണ്, തകർക്കണം. ഓരോ ടവറുകളായിട്ട് നമുക്ക് തകർക്കണം. അത് നമ്മളെ കൊണ്ട് എത്രയാണോ പറ്റുന്നത് അതേ രീതിയിൽ ചെയ്താൽ മതി. അങ്ങനെ മാക്സും കുറച്ചധികം റിബൽസുമായിട്ട് നേരെ ഒരു ടവറിന്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ ആ ഒരു വയറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നുണ്ട്. അവിടെ കുറെ അധികം പട്ടാളക്കാരുണ്ടായിരുന്നു. ഈ പട്ടാളക്കാരും റിബൽസും തമ്മിൽ പിന്നീട് അവിടെ ഒരു വെടിവെപ്പ് കിടക്കുന്നുണ്ട്. ഒരുപാട് റിബൽസ്, ഒരുപാട് പട്ടാളക്കാർ, 2 കൂട്ടത്തും ആൾക്കാർ മരിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഗ്യാപ്പിൽ മാക്സിമസ് ഉണ്ടല്ലോ, കയ്യിൽ കരുതിയ ബോംബ് ഈ ടവറിന്റെ അടിഭാഗത്തായിട്ട് ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ ഇത് പൊട്ടാൻ വേണ്ടി പോവാണ്. വെടിയേറ്റ് കിടക്കുന്ന ഒരാൾ, പാതി ജീവനുണ്ട്. അതുപോലെ തന്നെ വേറൊരാള്. അങ്ങനെ ഇവര് 3 പേര് മാത്രമാണ് ഇവിടുന്ന് രക്ഷപ്പെട്ട് ആ ഒരു ഗേറ്റിന്റെ പുറത്തേക്ക് വന്നത്. അപ്പോഴേക്കും ആ ഒരു ബ്ലാസ്റ്റ് നടന്നുകൊണ്ട് ആ ടവർ പൊട്ടിച്ചെതറി പോവാണ്. അങ്ങനെ ഇവര് 3 പേര് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ. കൂട്ടത്തിൽ ഒരാൾക്ക് പരുക്കുണ്ടായിരുന്നു. ഇയാളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് കാട്ടിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് മാക്സിമസിനും മറ്റേ ആ ഒരു റിബലിനും കഴിഞ്ഞില്ല. കാരണം അയാൾ പോകുന്ന വഴിയിൽ തന്നെ മരണപ്പെട്ടു പോയി. അതുപോലെ തന്നെ മാക്സിമസ് ഇപ്പൊ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മുടെ രാധയുണ്ടല്ലോ, അവളൊന്ന് പോയിട്ട് കാണാന്ന്. അങ്ങനെ രാത്രി ആരും കാണാതെ അവളുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ മാക്സിമസ് രാത്രി ഇതുപോലെ രാധയുടെ വീട്ടിലേക്ക് വന്ന കാര്യം അയൽവാസിയായിട്ടുള്ള ഒരാൾ കാണുന്നുണ്ട്. ഇയാൾ അപ്പൊ തന്നെ ഈ ഒരു കാര്യം ആരും ഇൻഫോം ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ഗയാനും വരികയാണ്. മാക്സിനെ ഇങ്ങനെ ജീവനോട് കണ്ടപ്പോൾ ആദ്യം അവനൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. കാര്യങ്ങളൊക്കെ പിന്നീട് മാക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ ടവേഴ്സും നശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗയാൻ പറയാണ് ഒരിക്കലും പോസിബിൾ അല്ല. കാരണം ഈ രാജ്യത്തിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് ടവറാണുള്ളത്. ഇനിയൊന്നും നശിപ്പിക്കല് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്തായാലും ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഈ ചുൻചുവിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളക്കൂട്ടി ഇങ്ങോട്ടേക്ക് വരികയാണ്. മാക്സിമസിനെ പിടിക്കാൻ നോക്കുന്നുണ്ട്, അതായത് മാക്സിനെ തന്നെ. പക്ഷേ അവന്റെ ആ ഒരു ടാലന്റിന്റെ അല്ലെങ്കിൽ ശക്തിയുടെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ചുൻചുവിന്റെ ചില പട്ടാളക്കാർ പിടിക്കുന്നത് രാധയാണ്. അവരുടെ തലയിൽ തോക്ക് വെക്കുന്നുണ്ട്. അവനോട് കീഴടങ്ങാൻ പറയാണ്. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് മാക്സ് കീഴടങ്ങുകയാണ്. നേരെ അവനെ കൊണ്ടുപോയിട്ട് ജയിലിൽ അടക്കുന്നുണ്ട്. ആ ജയിലിൽ റിബൽസിൽ തന്നെ പെട്ട ആ ഒരു മെറ്റൽ ആമുണ്ടല്ലോ, അയാളും ഉണ്ട്. പിന്നെ കഥയുടെ ആരംഭത്തിൽ നമ്മുടെ മാക്സിനെ ആ ഒരു കാട്ടിൽ നിന്നും പിടിച്ച് പട്ടാളക്കാർക്ക് കൊണ്ടുപോയി കൊടുത്ത സെഫ് ഉണ്ടല്ലോ, അയാളും ഉണ്ട്. കാരണം ഈ സെഫ് പട്ടാളക്കാരുടെ ഇടയിൽ വെച്ച് വിറച്ച് താഴെ വീണതാണല്ലോ. വിറച്ച് താഴെ വീഴുക എന്നതിനർത്ഥം എന്താണ്? ആ ഒരു വേവ് വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന മനുഷ്യനാണ് എന്നാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൂട്ടം പട്ടാളക്കാർ വേഗം തന്നെ അവര് ജയിലിലേക്ക് ഇടാൻ വേണ്ടി കൊണ്ടുപോകും. എന്നാൽ അധികാരത്തിന്റെ ടോപ്പിലിരിക്കുന്ന പല ആൾക്കാരും ഇതുപോലെ തന്നെയുള്ള ആ ഒരു സിഗ്നലിനെ അല്ലെങ്കിൽ വേവിനെ സർവൈവ് ചെയ്യാൻ കഴിവുള്ള മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർ മാത്രമായിട്ട് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫാദേഴ്സ് ആ പൊസിഷനിലിരിക്കുന്ന അധികാരത്തിന്റെ പല കോണിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ എന്താ പറയുക ഒരു കണക്ഷനിൽ, അതായത് ഒരു ഒത്തൊരുമയിലൊന്നും അല്ല പോകുന്നത്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്താനൊക്കെ നോക്കുന്നുണ്ട്. അതിൽ തന്നെ പ്രധാനമാണ് ഈ ഒരു സ്ട്രൈഡറും അതുപോലെ തന്നെ ഒമ്നിക്കും. ഇപ്പൊ ഒമ്നിക്കിന്റെ കീഴിലുള്ള ആ ഒരു പ്രിസണിലാണ് നമ്മുടെ മാക്സിനെ ഇപ്പൊ പൂട്ടിയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രൈഡർ ഒമ്നിക്കിനെ കാണാനായിട്ട് വരികയാണ്. ഈ മാക്സിനെ വിട്ടു തരണം എന്ന് പറയാണ്. അതെന്തിനാണ് നിനക്ക് അവനെ വിട്ടു തരുന്നത് ചോദിച്ചപ്പോൾ സ്ട്രൈഡർ പറയാണ്, എന്റെ റിസർച്ചിന്റെ ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് അവന് ആവശ്യമുണ്ട്. എന്താണ് ആ റിസർച്ച് എന്ന് ഈ ഒമ്നിക്ക് ചോദിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എന്ന് സ്ട്രൈഡർ പറയാണ്. ഓക്കെ, അങ്ങനെ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീല് സംസാരിക്കുന്നുണ്ട്. അവസാനം ഒമ്നിക്ക് മാക്സിനെ വിട്ടുകൊടുക്കുക എന്ന് തന്നെ പറയുന്നുണ്ട്. അതിന് സ്ട്രൈഡർ പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒമ്നിക്ക് ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും ഈ ഒരു മാക്സിനെ കിട്ടാൻ സ്ട്രൈഡർ ഇങ്ങനെ ശ്രമിക്കുന്നത്? ഇതറിയാൻ വേണ്ടിയിട്ട് മാക്സിന്റെ ആ ഒരു ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് കാണുകയാണ്. ഈ ഒരു വേവ് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഒരു രീതിയിലും ആ ഒരു വേവിന് നമ്മുടെ മാക്സ് അടിമപ്പെടുന്നില്ല. അതായത് ആ വേവിനെ കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അവൻ ആ ഒരു സമയത്ത് പെയിനോ അതുപോലെ തന്നെ വിറയലോ ഇളകുന്നില്ല. അതിനർത്ഥം എന്താണ്? എല്ലാ രീതിയിലും ആ ഒരു സിഗ്നലിനെ എതിർക്കാനുള്ള ശക്തി അവന്റെ ശരീരത്തിനുണ്ട്. ഈ ഒരു ഗ്രഹത്തിൽ, അതായത് സറാക്ഷിലുള്ള ജനങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ആ ഒരു സിഗ്നലിനെ അടിമപ്പെട്ട് ജീവിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിന്റെ ആ ഒരു പവർ അത് ഉള്ളിൽ ഫീൽ ചെയ്ത് അതിന്റെ ആ ഒരു പെയിൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. ഇങ്ങനെ ഈ 2 തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു ഗ്രഹത്തിലുള്ളൂ. എന്ന് ഈ 2 ഗണത്തിലും പെടാത്ത ആളാണ് നമ്മുടെ മാക്സ്. സോ തീർച്ചയായിട്ടും നമ്മുടെ ഒമ്നിക്കിനും മാക്സിന് ആവശ്യമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ മിസ്റ്റീരിയസ് ആയിട്ട് മാക്സിനെ
കാണാതായി എന്നുള്ള രീതിയിൽ വരുത്തി വെക്കുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ബോഡി അവിടെ ഇട്ടിട്ട് അവൻ മരിച്ചതായിട്ടും പ്രഖ്യാപിക്കുക. മാത്രമല്ല ഈ ഒരു മെസ്സേജ് സ്ട്രൈഡറിന് കൊടുക്കുക. സ്ട്രൈഡറിന് അവർ പറയണം മാക്സ് ദുരൂഹമായ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്ന്. അങ്ങനെ മാക്സിനെ ഈ ഒരു ഒമ്നിക്കിന്റെ കീഴിൽ അല്ലെങ്കിൽ അവന് മാത്രമായിട്ട് കിട്ടാനായിട്ട് ഒമ്നിക്ക് ഒരു പ്ലാൻ ചെയ്യാണ്. ഈ ജയിൽ പുള്ളികളുണ്ടല്ലോ ഇവരെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യിക്കാൻ വിടാറുണ്ട്. അപ്പൊ മാക്സിനെയും അവന്റെ കൂടെ ആ ഒരു ജയിൽ സെല്ലിൽ ഉണ്ടായിരുന്ന സെഫ് അതുപോലെ തന്നെ മെറ്റൽ ഹാൻഡ് ഇവരെ 3 പേരെയും നേരെ വിടുകയാണ് ഒരു ഫോറസ്റ്റിലേക്ക്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുദ്ധം നടന്നതിന് ശേഷം അവിടെയുള്ള ആ ഒരു വെപ്പൺസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇത് പട്ടാളക്കാരുടെ കൺട്രോളിലാണ് കേട്ടോ. എന്നാൽ പെട്ടെന്ന് ഇവർക്ക് നേരെ ഒരു വെടിവെപ്പ് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഇവിടെ നിൽക്കുന്ന ഈ 3 പേരും ആയുധങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു വെപ്പൺസ് അവരുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് നേരെ ഫയർ ചെയ്ത ആ ഒരു മെഷീൻസിനെ ഉണ്ടല്ലോ ഇവർക്ക് വെടിവെച്ച് വീഴ്ത്താൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവരെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരുടെ വരെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇവർ 3 പേരും ഈ കാട്ടിലൂടെ കുറച്ചകലേക്ക് രക്ഷപ്പെട്ടു പോവുകയാണ്. മാത്രമല്ല ഇപ്പൊ 3 ആൾക്കാരുടെ കയ്യിലും മാക്സിമസിന്റെ കയ്യില് അതുപോലെ തന്നെ സെഫിന്റെ കയ്യില് പിന്നെ ആ ഒരു മെറ്റൽ ഹാൻഡ് ഇവരുടെ 3 പേരുടെ കയ്യിലും ആയുധങ്ങളുണ്ട്. അങ്ങനെ പോകുന്ന വഴി ഈ സെഫ് ഉണ്ടല്ലോ പെട്ടെന്ന് കാല് തന്നെ അവർ നിൽക്കുന്നതിന്റെ തൊട്ട് താഴെ ഒരു കുഴിയിലേക്ക് അങ്ങ് വീഴുകയാണ്. അതായത് നിൽക്കുന്ന നിലത്തുനിന്ന് നേരെ താഴോട്ടേക്ക് അങ്ങ് പോവുകയാണ് ഈ സെഫ്. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാനായിട്ട് ആ കുഴിയിലേക്ക് മെറ്റൽ ഹാൻഡ് നമ്മുടെ മാക്സിമസ് ഇറങ്ങി ചെല്ലുകയാണ്. ഇതിന്റെ അടിയിലേക്ക് എത്തിയപ്പോഴല്ലേ അതൊരു തുരങ്കമായിരുന്നു. ചെറിയ തുരങ്കമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള വലിയൊരു തുരങ്കമായിരുന്നു. ഒരുപാട് പഴയ കാലത്ത് ഉപയോഗിച്ചൊരു തുരങ്കമാണ്. അതുകൊണ്ട് തന്നെ പഴയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല ഇരുട്ടിൽ കൂടി എന്തോ ഒരു വിചിത്ര ജീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതായിട്ട് നമ്മുടെ മാക്സ് കാണുന്നുണ്ട്. അതെന്താണ് ആ ഒരു ജീവി എന്ന് മാക്സ് ചോദിക്കുകയാണ്. കാരണം ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്ന സമയത്തും ഇതുപോലെയുള്ള ജീവികളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ സെഫ് അതെന്ത് ജീവികളാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു സിഗ്നൽ ഉണ്ടല്ലോ ഈ സിഗ്നൽ കാരണം ശരീരം മ്യൂട്ടേറ്റ് ചെയ്യപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് ആ ഒരു ജീവികൾ. എന്തായാലും ഇവർ അതിന്റെ ഉള്ളിലൂടെ നടക്കുന്ന സമയത്ത് പഴയ ടണലല്ലേ, പഴയ ഒരുപാട് എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഒരു പവർ സോഴ്സ് ഓണാക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ ആ ഒരു പഴയ മെഷീൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇരുട്ടത്ത് ഇത്രയും നേരം ഒളിച്ചിരുന്ന ആ ഒരു ജീവി പെട്ടെന്ന് ഇവർ ആക്രമിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ സെഫിനോട് നമ്മുടെ മാക്സ് പറയാണ് അതിന് ഷൂട്ട് ചെയ്യരുത്, അതൊരു മനുഷ്യൻ തന്നെയാണ്, അക്കാര്യം മറക്കരുത്. പക്ഷെ ആ ഒരു ജീവി അതിന്റെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. മനുഷ്യനാണെങ്കിലും അതിപ്പോ ഒരു മൃഗം തന്നെയാണ്. ഇവർ 3 പേരെ ആക്രമിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ സെഫ് മരിക്കുമെന്ന് തന്നെ തോന്നിയ സമയത്ത് മാക്സ് കാര്യമായിട്ട് തന്നെ ഇതിനോട് ഫൈറ്റ് ചെയ്യാണ്. അവസാനം അതിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്, കൈയും കാലും കെട്ടിയിടുകയാണ്. ആ ഒരു ജീവിയാണെങ്കിൽ കുറെ നേരം കഴിഞ്ഞപ്പോൾ ആകെ തളർന്നു പോവാണ്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അതൊരു ജീവിയാണെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാക്സ് അതിന്റെ ആ ഒരു കെട്ട് അഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു ജീവിയെ അതിന്റെ ആ ഒരു വഴിക്ക് തന്നെ വിടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഇവർ ആ ഒരു ടണലിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാട്ടിലൂടെ വീണ്ടും മുന്നോട്ടേക്ക് യാത്രയാവുകയാണ്. അങ്ങനെ ഇവർ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ചുവപ്പ് നിറമുള്ള ഒരു ടാങ്കർ ഇവർ കാണുന്നുണ്ട്. എന്തായാലും കുറച്ചധികം വർഷങ്ങളായിട്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് ഇത് കാണുന്നത്. എന്തായാലും ശ്രദ്ധ അതിലേക്ക് പോയ സമയത്ത് പിന്നിൽ നിന്നും ഇവരെ മറ്റൊരു കൂട്ടം ആക്രമിക്കുകയാണ് ആ പട്ടാളക്കാർ തന്നെ. ഈ മഡ് റേസിംഗിനും അതുപോലെ തന്നെ മലകൾക്കിടയിലൂടെ പോകാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ വാഹനം ഉണ്ടല്ലോ ഇതുകൊണ്ട് വന്ന് ഇവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാക്സിന് ഒരു ബുദ്ധി തോന്നി. ആ മുകളിൽ കാണുന്ന ടാങ്കർ എന്തായാലും അതിന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം എന്തായാലും ഇവിടെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മാക്സ് ആ ഒരു കാര്യം പ്ലാൻ ചെയ്തുകൊണ്ട് ഈ സാധനത്തിനെ ഷൂട്ട് ചെയ്യാണ്. വിചാരിച്ചതുപോലെ തന്നെ അതിന്റെ ആ ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന പട്ടാളക്കാർക്ക് നേരെ ഫയർ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാക്സ് ആ ഒരു എന്താ പറയാ പീരങ്കി ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ പട്ടാളക്കാരെയും വെട്ടിവെച്ച് ഓടിപ്പിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ 3 പേരും രക്ഷപ്പെട്ടു, മാക്സ്, സെഫും പിന്നെ ഈ മെറ്റൽ ഹാൻഡും. എന്തായാലും ഇങ്ങനെ ഒരു ടാങ്കർ അതായത് പീരങ്കി കയ്യിൽ കിട്ടിയപ്പോൾ മാക്സ് ഒരു കാര്യം പറയാണ്, ഞാൻ എന്തായാലും ബോർഡർ താണ്ടി ഇവിടുന്ന് പോവുകയാണ്. അതായത് ഈ രാജ്യത്തിന്റെ അതിർത്തിയും കടന്ന് അപ്പുറത്തേക്ക് പോവാണ്. നിങ്ങൾ വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ 2 ആൾക്കാരും ഇല്ല എന്ന് പറയാണ്. കാരണം ആ ഒരു ബോർഡറിൽ അതിശക്തമായിട്ടുള്ള കാവല് തന്നെയുണ്ട്. കുറച്ച് ഹെവി ആയിട്ടുള്ള ടാസ്ക് ആണ് ആ കാവലിനെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കൽ എന്ന് പറയുന്നത്. അതൊന്നും ഒരു വിഷയമല്ല, ഞാൻ എന്തായാലും ആ ഒരു ചെക്ക് പോസ്റ്റ് താണ്ടാൻ വേണ്ടി തന്നെ പോവാണ് പറയണം. അങ്ങനെ ഇവർ 2 പേരും ഇവിടെ നിർത്തി അവരവരെ വഴിക്ക് പോവാണ്. മാക്സ് ആ ഒരു ടാങ്കറുമായിട്ട് നേരെ ബോർഡറിലേക്ക് പോവാണ്. മാത്രമല്ല പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അമ്നിക്ക്, അതായത് ഫാദേഴ്സിൽ പെട്ട ഒരാളാണ് ഈ അമ്നിക്ക് അറിയാണ് മാക്സ് രക്ഷപ്പെട്ട ആ ഒരു കാര്യം. ഇയാൾ ഭയങ്കരമായിട്ട് ദേഷ്യത്തില് സകലമാന ഓഫീസിലെ സാധനങ്ങൾ തല്ലിപ്പൊളിച്ച് കളയാണ്. എങ്ങനെയെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു പടയെ തന്നെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് മാക്സ് ഇപ്പൊ നേരെ ആ ഒരു ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിൽ നല്ല രീതിയിലുള്ള കാവലുണ്ട്, അതുപോലെ തന്നെ പട്ടാളക്കാരുണ്ട്. ആ ഭാഗത്ത് തന്നെ ചില അധികം പോസ്റ്റുകളിലായിട്ട് റിബൽസിന്റെ ബോഡി അതങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അരോചകത്വം, ഒരു ഡിസ്കസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണ്. ഏതൊരു മനുഷ്യനും ഒരു ഉള്ളുകുത്തലുണ്ടാവും. എന്തായാലും ചെക്ക് പോസ്റ്റിലേക്ക് ഈ ഒരു ടാങ്കർ വന്നിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ ഒരു ടാങ്കർ അത് പട്ടാളക്കാരുടെ ഭാഗത്തുനിന്നാലും ശരി ഇതിന്റെ ഉള്ളിൽ ചെക്ക് ചെയ്യാതെ പട്ടാളക്കാർ വിടില്ല. എന്തായാലും മാക്സ് പുറത്തേക്ക് വരാതെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ആ ഒരു മുകളിലെ മൂടി തുറന്നുകൊണ്ട് ഉള്ളിലേക്ക് തലയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നോക്കിയത് മറ്റു ആരുമില്ല, മാക്സിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഗയാനായിരുന്നു. കണ്ടപ്പോൾ തന്നെ മാക്സിന് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഒന്നും നോക്കിയില്ല, അവന്റെ തല പിടിച്ച ഒരൊറ്റ വരിയാണ് ഇതിന്റെ ഉള്ളിലേക്ക്. എന്നിട്ട് ആ ഒരു ടോപ്പ് അടച്ചുകൊണ്ട് ഇത് മുന്നോട്ടേക്ക് തന്നെ എടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ പട്ടാളക്കാർ ഇതിനെ വെടിവെച്ചിടാൻ നോക്കിയിട്ടും എന്തൊക്കെ ചെയ്യാൻ നോക്കിയിട്ടും ഈ ഒരു ടാങ്കർ ആണെങ്കിൽ തകരുന്നില്ല. അങ്ങനെ മാക്സ് ഗയാനുമായിട്ട് ഈ ഒരു ബോർഡർ താണ്ടി മുന്നോട്ടേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടാളക്കാർക്ക് പിന്നാലെ വരാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ ഗയാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട്.
പോകുന്നുണ്ട്. ഈ ബോർഡർ താണ്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പട്ടാളക്കാരാണെങ്കിലും വെടിവെച്ച് കൊന്നിരിക്കും. അപ്പൊ ആ ഒരു പേടി ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഗയാൻ തിരിച്ചു കൊണ്ടാക്ക്, നീയും തിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മാക്സ് അത് കേൾക്കുന്നില്ല. മാക്സ് പറയണം, നീ എന്റെ കൂടെ വാ, നിനക്ക് പുതിയൊരു ലോകവും അതുപോലെ തന്നെ പുതിയൊരു ജീവിതവും ഞാൻ വാഗ്ദാനം ചെയ്യാണ്. അങ്ങനെ ഭ്രാന്ത് പിടിച്ചേക്കുന്ന നമ്മുടെ ഗയാനെ മാക്സ് പിടിച്ചതിന്റെ ഉള്ളിൽ ഇരുത്തുകയാണ്. എന്തായാലും മാക്സ് അതുപോലെ തന്നെ ഗയാനെ ഈ ഒരു ഫാദേഴ്സ് ഭരിക്കുന്ന ആ ഒരു ടെറിട്ടറി വിട്ടുകൊണ്ട് അതിന്റെ ആ ഒരു ചെക്ക് പോസ്റ്റും താണ്ടിക്കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇങ്ങനെ മാക്സ് അതുപോലെ തന്നെ ഗയാൻ രണ്ടുപേരും രക്ഷപ്പെട്ടു പോയി എന്നുള്ള കാര്യം നമ്മുടെ രാധി അറിഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ടുപേരും വരുന്നതും കാത്ത് അവൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അമ്നിക്ക് പിന്നെ സ്ട്രൈഡർ രണ്ട് അധികാരക്കൂട്ടങ്ങളും, അതായത് രണ്ട് ഫാദേഴ്സിലിരിക്കുന്ന ആളാണ്. രണ്ടുപേരും നമ്മുടെ മാക്സിന്റെ പിന്നാലെയുണ്ട്, ഒരു ആർമിയുമായിട്ട് തന്നെ. എന്തായാലും ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അതായത് കഥയ്ക്കൊരു രണ്ടാം ഭാഗമുണ്ട്. 2008 ഈ സിനിമ ഇറങ്ങി, 2009 തന്നെ ഇതിന്റെ അടുത്ത ഭാഗം ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ ഈ വീഡിയോക്ക് ഒരു 10,000 ലൈക്കാണ് ടാർഗറ്റ്, അതുപോലെ തന്നെ ഒരു 1500 കമന്റ് ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗം ഉടനടി ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ രീതിയിൽ ടാർഗറ്റ് വെച്ച് ഞാൻ ചെയ്യാന്ന് പറഞ്ഞ 2 മൂവീസ് ഇപ്പവും ബാലൻസ് ഉണ്ട്. നമ്മുടെ ഡെഡ് പോളിന്റെ മൂവിയും അതുപോലെ തന്നെ വേറൊരു ഹൈസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവിയും. എന്തായാലും ഞാൻ പറയാട്ടോ. എന്നാൽ ഈ കഥയുടെ രണ്ടാം ഭാഗം കേൾക്കാനായിട്ട് നിങ്ങൾ അത്രയും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ലൈക്ക് അതുപോലെ തന്നെ കമന്റ്സ് 1500 ഇത്രയും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉടനടി ഇതിന്റെ രണ്ടാം ഭാഗം ചെയ്യും, മറ്റൊന്നിനും കാത്തിരിക്കില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു കഥ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.